ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് മിക്സഡ് ട്രെൻഡിലാണ്. നസ്ഡാക്ക് ഏകദേശം 400 പോയിന്റ് പോസിറ്റീവായിട്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൗ ജോൺസ് 79 പോയിന്റ് നെഗറ്റീവായിട്ടും S&P 56 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു മിക്സഡ് ട്രെൻഡിലാണ് ഗ്ലോബൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 180 പോയിന്റ് ആണ് പോസിറ്റീവായിട്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു മിക്സഡ് ട്രെൻഡാണ്. ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല ഗിഫ്റ്റ് നിഫ്റ്റി 180 പോയിന്റ് തിങ്കളാഴ്ച രാവിലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും ഒരു 100 പോയിന്റെങ്കിലും ഒക്കെ താഴോട്ട് വന്ന് ഒരു 80-100 പോയിന്റിന് ഇടയിലൊക്കെ ആയിരിക്കും മിക്കവാറും ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആവാൻ സാധ്യത കൂടുതലുള്ളത്. കാരണം നസ്ഡാക്ക് ഓൾറെഡി ഏകദേശം 400 പോയിന്റ് അടുപ്പിച്ചാണ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി മിക്കവാറും തിങ്കളാഴ്ച ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ ബെയറിഷ് ആണ്. ഒരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റിൽ വീണ്ടും വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലാണ് 23,290 മുതൽ 23,031 വരെ വരുന്ന ലെവൽ എന്ന് പറയുന്നത് ഫിബിന്റെ റീപ്ലേസ്മെന്റ് ഏരിയ ആണ്. നിഫ്റ്റി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹയർ ഹൈ എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 23,033, 23,090 ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കയറിപ്പോയ ഏരിയ കൂടെയാണ്. അപ്പൊ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാവത്തുള്ളൂ. പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ലെവല് റീപ്ലേസ്മെന്റിന് ഈ ഒരു ഏരിയയിലെങ്കിലും വരണം. ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുമെന്നല്ല, മാർക്കറ്റ് ഇവിടം വരെ വന്നെങ്കിലും മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് മാറും. കാരണം ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടുന്ന് ഈ ഒരു ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അടുത്തൊരു ലോ എന്തായാലും ഒരു 50% റീപ്ലേസ്മെന്റിന് താഴെ വന്നാൽ മാത്രമേ മാർക്കറ്റ് ഒരു സ്ട്രെങ്തി മാർക്കറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഈ ആഴ്ച പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരയ്ക്കും 23,030 മുതൽ 23,293-300 ലെവൽ വരയ്ക്കെങ്കിലും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയും US മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിരുന്നു. എല്ലാം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് മിക്ക ദിവസങ്ങളിലും US മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. നമ്മൾ 15 മിനിറ്റിൽ കഴിഞ്ഞ ആഴ്ച 15 മിനിറ്റിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈനല്ല, ഈ ഒരു എൻ്റെ മൗസ് നമ്മുടെ കഫയിലായിട്ട്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ട്രെൻഡ് ലൈന് വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈന് അത് പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് മാർക്കറ്റ് കൃത്യമായിട്ട് ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തെടുത്ത് പോയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് മാർക്കറ്റ് ഇത്രയും വലിയൊരു ഫോളിലോട്ട് വന്നിരിക്കുന്നത്. ഇതിവിടെ കൊണ്ട് നിൽക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു റീപ്ലേസ്മെന്റ് ഏരിയ 23,000 വരയ്ക്കെങ്കിലും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പുട്ട് എടുക്കണമെന്നല്ല പറയുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് കൂടെ നോക്കിയിട്ട് വേണം ഓപ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ഇൻട്രാഡേ ലെവലിലുള്ള സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എൻട്രി എടുക്കാവൂ. അല്ലാതെ വ്യൂ താഴോട്ടാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ എടുത്തിട്ട് നമ്മൾ 10-12 പോയിന്റ് ഒക്കെ സ്റ്റോപ്പ് ലൂസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു ലോങ് ടൈം വ്യൂ ആണ്, വീക്കിലി അനാലിസിസിൽ ലോങ് ടൈം വ്യൂ ആണ് 23,000 താഴോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ 10-12 പോയിന്റ് ഒക്കെ ഓപ്ഷൻ ട്രേഡിംഗ് സ്റ്റോപ്പ് ലൂസ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ
എപ്പോൾ അതിന്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റായി പോയെന്ന് കണ്ടാൽ മതി. അതുകൊണ്ട് കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് തിങ്കളാഴ്ച നോക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് അടുത്തൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 23,723. വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ താഴോട്ട് വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ, അതായത് 23,810 മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 23,903 മാർക്കറ്റ് ഈ ഒരു ഏരിയ ചിലപ്പോൾ ഒരു ഓപ്പണിംഗ് ഈ ഒരു ഏരിയയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 24,022 ആ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പം ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. 24,022 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. 24,070 24,070 കഴിഞ്ഞാൽ 24,147 മുകളിലോട്ട് ഈ രണ്ട് ടാർഗറ്റ് നോക്കുക. 24,022 മുകളിൽ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് താഴോട്ട് എൻട്രി നോക്കാം. 24,900 വരെ 24,890 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ താഴോട്ട് 23,800 810 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരും. 24,810 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ 24,800 താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ 23,678 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് താഴോട്ട് 15 മിനിറ്റിൽ. കൃത്യമായിട്ട് ഇതിന്റെ 15 മിനിറ്റ്സ് ചാർട്ട് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിത് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇതിന്റെ അപ്ഡേഷൻസ് ചാർട്ട് അപ്ഡേറ്റ് ചെയ്തിടാം. നമുക്ക് നിലവിൽ 5S ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കി രണ്ട് മെയിൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ട്രേഡിംഗ് മീഡിയയുടെ മെയിൻ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന രണ്ടും ഈ മാസം ഏപ്രിൽ മെയ്യോടുകൂടി നമ്മൾ നടത്തുകയാണ്. അപ്പം അത് അഡ്മിനുള്ളിയാണ്. എന്നാലും എല്ലാ അപ്ഡേഷൻസും 15-ാം തീയതി വരെയാണ്. 15 വരെയും നമ്മൾ ഗ്രൂപ്പിലിടും. അതിന് മുന്നേ നമ്മുടെ 5S ഗ്രൂപ്പിൽ വരാൻ താല്പര്യമുള്ളവർക്ക് താഴെ 5S ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആ ലിങ്ക് വഴിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ക്ലയന്റ് ID അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ 5S കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അപ്പം അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഇടമെന്ന് പറയുന്നത് 5S വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും. ലിങ്ക് താഴെ താല്പര്യമുള്ളവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോയാൽ ഏകദേശം നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 24,000-ലാണ്. 24,000-ൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,900-ഉം പിന്നെ വരുന്നത് 23,500-ലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് ഉള്ളത്. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ്. 23,900 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 23,500-ലാണ്. അപ്പോൾ കൃത്യമായിട്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതായത് 23,900 ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 23,500 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വീക്കിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തല്ല കഴിഞ്ഞ ഒരാഴ്ചത്തെ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക സെക്ടറുകളും വളരെയധികം ബെയറിഷ് ആണ്. നിഫ്റ്റി ടൂറിസം 3% കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇട്ടുള്ളത്. നിഫ്റ്റി റിയാലിറ്റി 2.60%, നിഫ്റ്റി ഓട്ടോ 3.65%, നിഫ്റ്റി IT ഏകദേശം 10% മുകളിൽ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി IT സെക്ടർ ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി കൺസ്യൂമർ 2.27%, നിഫ്റ്റി ബാങ്ക് 2.23%ആണ് സ്ട്രോങ് ആയിട്ട് ഇടിഞ്ഞിട്ടുള്ള സെക്ടറുകൾ. ഏറ്റവും കൂടുതൽ ഇടിഞ്ഞിട്ടുള്ളത് നിഫ്റ്റി IT ആണ്.
IT സ്റ്റോക്കുകളൊക്കെ എന്ന് പറയുന്നത് കുറേയധികം ഇടിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 23,000-ലൊക്കെ മാർക്കറ്റിൽ ബൈ എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലോ ഫോർമേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളൊക്കെ ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റിയ സമയമാണ് 23,000 എന്നുള്ളത്. 23,000-ന് മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വലിയ നെഗറ്റീവ് ന്യൂസുകളോ മറ്റ് ഇമ്പാക്റ്റുകളോ മാർക്കറ്റിനെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 23,000-ൽ ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നിട്ടുള്ള നിഫ്റ്റി ഫാർമയും നിഫ്റ്റി ഹെൽത്ത് കെയർ സെക്ടറുമാണ്. അത് രണ്ടിലും വലിയ ഇത് വന്നിട്ടില്ല, എന്നാലും വലിയ കയറ്റവും വന്നിട്ടില്ല. മാക്സിമം ഒരു ശതമാനത്തിനകത്തൊക്കെയുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഈ രണ്ട് സെക്ടറിലും പിന്നെ നിഫ്റ്റി ഡിഫൻസിലും ഈ 3 സെക്ടറുകളാണ് പിടിച്ചു നിന്നിട്ടുള്ള കഴിഞ്ഞ ഒരാഴ്ച. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടില് സെൻസെക്സിന്റെ CPR വരുന്നത് 76,798 തൊട്ട് 77,060 വരെയൊക്കെയാണ്. നിഫ്റ്റിയുടെ CPR വരുന്നത് മുകളിലോട്ട് ഉള്ള ഏറ്റവും ടോപ്പിലുള്ള ലെവൽ എന്ന് പറയുന്നത് 77,381 തൊട്ട് 77,451 വരെയൊക്കെയാണ് ഏറ്റവും മുകളിലുള്ള റെസിസ്റ്റൻസ് വരുന്നത്. മാർക്കറ്റ് CPR-ന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, CPR-ന് മുകളിൽ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 77,381, 77,451 എന്നുള്ള ലെവൽ ശ്രദ്ധിക്കുക. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത കുറവാണ്. മിക്കവാറും ആദ്യത്തിൽ 5 മിനിറ്റെങ്കിലും ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് CPR-ലോട്ട് വരാൻ സാധ്യതയുണ്ട്. CPR-നുള്ളിൽ വരുന്ന സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 76,976, 77,057 ആണ് സ്ട്രോങ് സപ്പോർട്ട് വരുന്നത്. ഇനി CPR-നുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 76,976, 77,057 എന്നുള്ള ലെവല് മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് എൻട്രി നോക്കാവൂ. താഴോട്ട് വരുന്ന സ്ട്രോങ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 76,138, 76,027 ആണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നാരോ CPR ആണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത് 76,095 തൊട്ട് 56,095 തൊട്ട് 56,105 വരെയൊക്കെയാണ് CPR വരുന്നത്. ഏകദേശം 100 പോയിന്റ് CPR ആണ്, പക്ഷേ നാരോ CPR ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും മുകളിലത്തെ ലെവൽ വരിക 76,457 തൊട്ട് 56,458 തൊട്ട് 56,508 വരെയൊക്കെയാണ് ഏറ്റവും മുകളിലത്തെ CPR വരുന്നത്. റെസിസ്റ്റൻസ് വരുന്നത്. ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത് 55,766 തൊട്ട് 55,701 വരെയൊക്കെയാണ് ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നാരോ CPR ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CPR വരുന്നത് പഴയ ലെവലാണ്. അത് നമ്മൾ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, CPR വരുന്നത് 23,903 തൊട്ട് 24,009 വരെയൊക്കെയാണ് CPR വരുന്നത്. ഏകദേശം 60-70 പോയിന്റിന്റെ CPR ആണ്. ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത്, അതായത് മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 100 പോയിന്റിന് മുകളിൽ തിങ്കളാഴ്ച നിഫ്റ്റി എവിടെ ഓപ്പൺ ചെയ്തു എന്നതുപോലെ ഇരിക്കും ഓപ്പണിംഗ് റേഞ്ച് വരിക. എങ്കിലും നിലവിൽ നിഫ്റ്റിയുടെ കാര്യം അനുസരിച്ച് ഇതിന്റെ മുകളിൽ CPR-ന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ശ്രദ്ധിക്കുക. മുകളിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ മാത്രം CPR-ന്റെ മുകളിൽ 5 മിനിറ്റിന്റെയോ 15 മിനിറ്റിന്റെയോ ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ മാത്രമേ മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകത്തുള്ളൂ. 24,114 തൊട്ട് 24,132 വരെയൊക്കെയാണ് മുകളിലത്തെ ലെവൽ വരുന്നത്. അഥവാ ഇതിന് ഉള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത്
ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൊണ്ട് CPR-ലോട്ട് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. 23,989 തൊട്ട് 24,009 വരേക്കാണ്. നിലവിൽ മാർക്കറ്റ് 24,000 എന്ന സംഖ്യയ്ക്ക് താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി മുകളിലോട്ട് 24,000 ബ്രേക്ക്ഔട്ട്, സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകത്തുള്ളൂ. താഴോട്ട് വരുന്ന സ്ട്രോങ് സപ്പോർട്ട് ലെവല് 23,740, 23,764 ഏറ്റവും താഴെ വരുന്ന സ്ട്രോങ് സപ്പോർട്ട് ഏരിയ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.